ബ്രിട്ടന്റെ നട്ടല്ലായി ഇന്ത്യക്കാർ. സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഇന്ത്യക്കാരെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചയിലും ആരോഗ്യ സാങ്കേതിക മേഖലകളുടെ നിലനിൽപ്പിനും ഇന്ത്യൻ കുടിയേറ്റക്കാർ നിർണായക പങ്കുവഹിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. UK-യിലെത്തുന്ന ഇന്ത്യക്കാർ രാജ്യത്തിന് ഭാരമല്ല, മറിച്ച് വലിയൊരു അനുഗ്രഹമാണെന്ന് ലണ്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ പുറത്തിറക്കിയ ധവളപത്രം വ്യക്തമാക്കുകയാണ്. ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യ സെന്ററും ഹിയർ ആൻഡ് നൗ 365 എന്ന പോളിസി ഗ്രൂപ്പും സംയുക്തമായാണ് പഠനം നടത്തിയത്. മൈഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ ഡയസ്പോറ ടു ദി UK എന്ന പേരിട്ടിരിക്കുന്ന ഈ പഠന റിപ്പോർട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള 4 ഘട്ടങ്ങളിലായുള്ള ഇന്ത്യൻ കുടിയേറ്റത്തെയാണ് വിശകലനം ചെയ്യുന്നത്. ബ്രെക്സിറ്റിന് ശേഷമുള്ള നിലവിലെ സാഹചര്യത്തിൽ ബ്രിട്ടൻ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യക്കാരുടെ വരവ് ഏറെ സഹായിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയും സോഷ്യൽ കെയർ രംഗവും ഇന്ത്യൻ നഴ്സുമാരെയും ഡോക്ടർമാരെയും വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. ഡിജിറ്റൽ സർവീസുകൾ, അത്യാധുനിക എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ സാന്നിധ്യം അനിവാര്യമാണ്. വെറുതെ കുടിയേറ്റക്കാരുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് പകരം കൂടുതൽ കാര്യക്ഷമമായ സ്മാർട്ട് മൈഗ്രേഷൻ രീതി നടപ്പിലാക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. വിസ നൽകുന്ന രീതി കൂടുതൽ വ്യക്തവും ലളിതവുമാക്കുക, ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണൽ ബിരുദങ്ങൾക്കും പ്രവൃത്തി പരിചയത്തിനും വേഗത്തിൽ അംഗീകാരം നൽകുക, തൊഴിൽ മേഖലയിലെ ഒഴിവുകൾക്കനുസരിച്ച് കൃത്യമായ വൈദഗ്ധ്യമുള്ളവരെ വിന്യസിക്കുക. അതേസമയം ബ്രിട്ടനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സമയം ശ്രദ്ധേയമാണ്. അറിയപ്പെടുന്ന ചരിത്രപരമായ ആഴവും സംവേദനാത്മക വ്യാപ്തിയും ഉണ്ടായിരുന്നിട്ടും വളരെ കാലമായ അവിശ്വാസത്തിനാൽ കളങ്കപ്പെട്ട ഒരു ബന്ധം തകർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ സുഖം പ്രാപിക്കുകയായിരുന്നു. പാകിസ്ഥാനുമായുള്ള ലണ്ടന്റെ ബന്ധത്തെ നീരസപ്പെടുത്തുന്നത് മുതൽ ബ്രെക്സിറ്റിന് ശേഷമുള്ള ബ്രിട്ടനെ തന്ത്രപരമായി നിസ്സാരമെന്ന് തള്ളിപ്പറയുന്നതുവരെ വൈറ്റ് ഹാളിനോട് തങ്ങളുടെ കോപം അറിയിക്കാൻ ഇന്ത്യ വലുതും ചെറുതുമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. പകരമായി സംരക്ഷണവാദത്തിൽ മികവ് പുലർത്തുന്ന നയതന്ത്രത്തിൽ മുള്ളുള്ള അതിന്റെ നിലപാടുകളിൽ അമിത ആത്മവിശ്വാസമുള്ള റഷ്യയുമായി സൗഹൃദപരമായ ഒരു ശക്തിയായി അവർ വീക്ഷിച്ച ഒന്നിനെതിരെ ലണ്ടൻ ജാഗ്രത പാലിച്ചു. വ്യാപാരത്തിലും സാങ്കേതിക വിദ്യയിലും മാത്രമല്ല, സുരക്ഷാ മേഖലയിലും സൂചികയിലെ മാറ്റം പ്രകടമാണ്. ആദ്യത്തേത് മുൻനിരയിലും രണ്ടാമത്തേത് പിന്നണിയിലുമാണ്. വ്യാപാരത്തിൽ ബ്രെക്സിറ്റ് ആസന്നമായപ്പോൾ UK-ക്ക് അടിയന്തരമായി വ്യാപാര പങ്കാളികളെ ആവശ്യമായിരുന്നു. 2021 പുറത്തിറങ്ങിയ ഇന്ത്യ UK റോഡ് മാപ്പ് 2030 അവസരങ്ങൾ മനസ്സുകളെ കേന്ദ്രീകരിക്കുകയും 2022 CETA ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഈ കരാറിന്റെ തന്ത്രപരമായ അടിയന്തരാവസ്ഥ ലണ്ടന് നഷ്ടപ്പെട്ടില്ല. ബ്രിട്ടന് ഇന്ത്യയെ ആവശ്യമായിരുന്നു. എന്നാൽ മന്ത്രിതല മ്യൂസിക്കൽ ചെയറുകളുടെ ഒരു ദ്രുതഗതിയിലുള്ള വൃത്തത്തിനിടയിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രവർത്തനക്ഷമമാക്കുന്നതിന് സിവിൽ സർവീസ് അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. മിക്കപ്പോഴും പിന്നണിയിലാണ് സംഭവിക്കുന്നത്. വൈറ്റ് ഹാൾ ആ നിമിഷത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്നതിലെ മാറ്റങ്ങൾ വിലമതിക്കപ്പെടുന്നില്ല. ഇന്ത്യ വ്യാപാരത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, ബ്രിട്ടൻ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 2022 ലണ്ടനിലേക്ക് ഒരു പുതിയ ഹൈക്കമ്മീഷണറെ നിയമിക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനം കളി മാറ്റിമറിച്ചു. ഔപചാരിക ഉച്ചഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന ബ്രിട്ടീഷ് സാംസ്കാരിക കോഡിനെ വിക്രം ദൊരൈസ്വാമി തകർക്കുകയാണ് ചെയ്തത്. പ്രതികരണമായി 2024 വൈറ്റ് ഹാൾ വടക്കൻ ഐറിഷ് പൈതൃകത്തിന്റെ മുന്നിൽ സൈബർ സുരക്ഷാ മേധാവിയെ ന്യൂഡൽഹിയിലേക്ക് ഹൈക്കമ്മീഷണറായി നിയമിച്ചു. ഉയർന്നുവരുന്ന സാങ്കേതിക ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വിപുലമായ അറിവ്, ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളോടുള്ള തുറന്ന മനസ്സ്, ബ്രിട്ടന്റെ സങ്കീർണമായ കൊളോണിയൽ പൈതൃകങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്നിവയോടെയാണ് ലിൻഡി ക്യാമറൂൺ ഈ പദവിയിൽ പ്രവേശിച്ചത്. തൽഫലമായി ഉണ്ടായ സിനർജികൾക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും വിദേശകാര്യ മന്ത്രിമാരും തമ്മിലുള്ള ആത്മാർത്ഥമായ സംഭാഷണങ്ങൾ നേതൃത്വം നൽകിയെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.